നമസ്കാരം, വെൽക്കംസ് ടു സൂപ്പർ നോട്ട്സ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ, അതായത് 38 നോട്ടിഫിക്കേഷൻസ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗമായിട്ട് വന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്നത്. 2025 ഒരു മികച്ച അവസരമാണ്. കാരണം ഇതിന്റെ യോഗ്യത അതേപോലെ ഇതിന്റെ ശമ്പളമൊക്കെ വളരെ ആകർഷണീയമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ മികച്ച ഒരു ജോലി സാധ്യതയാണ് എന്നുള്ളതാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കുകയാണ് എങ്കിൽ അതിനെ പുറകെ നന്നായിട്ട് സമയം മെനക്കെടുത്താനുണ്ടെങ്കിൽ ഒരു നല്ല അവസരം തന്നെയാണിത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്താണ്, ഈ നോട്ടിഫിക്കേഷനിലെ യോഗ്യത എന്താണ്, ഇതിന്റെ ശമ്പളം എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിച്ച് നോക്കാം. നേരെ നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോയാൽ, ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ നിലവിൽ 9 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുന്നോട്ട് പോകുമ്പോൾ ഈ കാലയളവിലുള്ള വേക്കൻസികളൊക്കെ ഈ ലിസ്റ്റിലേക്ക് തന്നെയാണ് വരേണ്ടത്. ദൈവത്തിലും ക്ഷേത്രാചാരത്തിലും ഒക്കെ വിശ്വാസമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്പർ 00/2025 എന്നുള്ളതാണ്. ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന തസ്തികയാണ്. ഇതിന്റെ ആകർഷണീയത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ സാലറി 23,000 തൊട്ട് 50,200 വരെയാണ് എന്നുള്ളതാണ്. 23,000 തൊട്ട് 50,200 വരെയാണ്. അതായത് ലിഫ്റ്റ് ബോയ് LGS പോലെയുള്ള ഒരു പോസ്റ്റായിട്ട് നമ്മൾ കണക്കാക്കി, അല്ലെങ്കിൽ LGS നിലവാരത്തിലുള്ള ഒരു പോസ്റ്റ്, അതായത് ആ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണ് ഈ ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ നടക്കുന്ന ഒരു എക്സാം ആണ്. എന്നാൽ അതിനുള്ളതിനേക്കാൾ കൂടുതൽ സാലറി എവിടെയുണ്ടോ, ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന ഈ ഒരു കേരള ദേവസ്വം ബോർഡിന്റെ കീഴിൽ 7ാം ക്ലാസ് തസ്തികയിലുള്ള ഒരു പോസ്റ്റിനുണ്ട്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആണ്. വളരെയധികം ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഹയർ ക്വാളിഫിക്കേഷൻ ഒരു പ്രശ്നമല്ല. ഡിഗ്രി എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത 23,000 തൊട്ട് 50,000 വരെ ബേസിക് പേ ഉള്ള. ദെൻ അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രത്യേകത 7th സ്റ്റാൻഡേർഡ് മുതലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന. മൂന്നാമത്തെ കാര്യം, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റ് ആണ് ഈ പറയുന്ന ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ അല്ലടാ. നിലവിലെ 9 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ കാലയളവിലുള്ള എല്ലാ വേക്കൻസികളും ഈ ഒരു പോസ്റ്റിലേക്ക് തന്നെ ആയിരിക്കും പോവുക. നേരിട്ടുള്ള നിയമനമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ദെൻ ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഞാനവിടെ പറയുന്നില്ല. പക്ഷേ ഇവിടെ നോക്കിയാൽ 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1989 ജനുവരി മാസം 1989 ജനുവരി മാസം 1-ാം തീയതി മുതൽ 2007 ജനുവരി മാസം 1-ാം തീയതി വരെ. ഓക്കെ, 2-ാം തീയതിയാണ് കേട്ടോ. 1989 ജനുവരി മാസം 2-ാം തീയതി മുതൽ 2007 ജനുവരി മാസം 1-ാം തീയതി വരെ ഇതിനിടയിൽ ജനിച്ചിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ SC ST OBC കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുകൾ കിട്ടും. SC ST ഒക്കെ ആണെങ്കിൽ 5 വർഷത്തെ ഇളവും, OBC ഒക്കെ ആണെങ്കിൽ 3 വർഷത്തെ വയസ്സിളവും എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലടാ. അങ്ങനെയാണെങ്കിൽ 1989 എന്ന് പറയുന്നത് ഓക്കെയാണ്. അപ്പൊ ഇത്രയുമാണ് എന്ത്, ഈ ഒരു വേക്കൻസിയുടെ വയസ്സിളവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. 300 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST കാരാണെങ്കിൽ 150 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്, അവർ അടക്കേണ്ടി വരിക. എന്നാൽ EWS കാരായിക്കോട്ടെ, ബാക്കി ഏത് വിഭാഗക്കാരായിക്കോട്ടെ, SC ST കാർ ഒഴികെയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യേണ്ടി വരും, 300 രൂപ തന്നെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് EWS കാർ, അതായത് EWS ഉള്ള ആളുകൾക്ക് 10% റിസർവേഷൻ ഉണ്ട് എന്ന് കൂടി എന്ത് ചെയ്തേക്കാം, ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. EWS ആണെങ്കിൽ കണ്ടോ, 10% റിസർവേഷന് നിങ്ങൾ അർഹരാണ്. അതായത് നിങ്ങൾക്ക് EWS കിട്ടേണ്ടത് KDRB പറയുന്ന, അതായത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഫോർമാറ്റിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന EWS ആണ് വേണ്ടത്. അവിടെ പറയുന്നുണ്ട് 1 ഏക്കറിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, വസ്തു ഉണ്ടാവാൻ പാടില്ല. കണ്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഉദ്യോഗാർത്ഥി 1 ഏക്കറിൽ കൂടുതൽ വസ്തുവുള്ള ആളാവാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരും ആദായ നികുതി കൊടുക്കാനായിട്ട് പാടില്ല. കേന്ദ്ര സംസ്ഥാന ജോലി, കേന്ദ്ര സർക്കാരിന്റെ കീഴിലോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലോ ജോലിയുള്ള വ്യക്തികളാവാനായിട്ട് പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 25,000 രൂപയിൽ കൂടുതൽ ഒരു മാസ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 3 ലക്ഷത്തിൽ കൂടുതൽ എന്ത് പാടില്ല, വരുമാനം പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വില്ലേജ് ഓഫീസർ എഴുതി ഒപ്പിട്ട് തരുന്ന, അദ്ദേഹത്തിന്റെ സീലിലും പേരിലും ഒപ്പിലും ഒക്കെ വരുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യത്തുള്ളൂ, അംഗീകരിക്കത്തുള്ളൂ. അതിനൊരു സെപ്പറേറ്റ് ഫോർമാറ്റ് ഉണ്ട്. PSC പോലെയുള്ള
ഫോർമാറ്റ് അല്ല ഉള്ളത് എന്നുകൂടി എന്ത് ചെയ്തേക്കാം, മനസ്സിലായേക്കാം. അങ്ങനെ 28/4/2025 ഈ മാസം 28-ാം തീയതി, ഇനി ഒരു 18 ദിവസം കൂടിയാണ് അവശേഷിക്കുക. ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, അതായത് റൂം ബോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.kdrb.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. ഓക്കെ അല്ലടാ. അപ്പം നല്ലൊരു പോസ്റ്റ് ആണ് ഇത്. അതായത് പ്രധാനമായിട്ടും 23,000 തൊട്ട് 50,700 വരെ സാലറി ഉള്ള ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന, അതായത് 7th ക്വാളിഫിക്കേഷൻ ഉള്ളത് മുതൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന ആകർഷണീയമായിട്ടുള്ള ഒരു വേക്കൻസി പാക്കേജ് ഉള്ള പോസ്റ്റ് തന്നെയാണ് ഈ ഒരു പോസ്റ്റ്. അപ്പം ക്ഷേത്ര ആചാരങ്ങളിലൊക്കെ വിശ്വാസമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. 28-ാം തീയതി വരെ മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അവസാന ദിവസത്തേക്ക് കാത്തിരിക്കേണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്തേക്കണം, അപ്ലൈ ചെയ്ത് ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശരി, ഇനി നമ്മുടെ ഇതിന് വേണ്ടിയിട്ടൊരു ബാച്ച് അവൈലബിൾ ആണ്. അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ 7th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് അവൈലബിൾ ആണ്. ഈ ബാച്ചിലെ ക്ലാസ്സുകളൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം തൊട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിൽ ഒരു അടിപൊളി ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാനും പറ്റും. അപ്പൊ ആദ്യം തൊട്ടേ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നീട് മുന്നോട്ട് പോയിട്ട് ഓടിച്ചിട്ട് പഠിച്ച് തീർക്കാറല്ല, കൃത്യമായിട്ട് ആദ്യം തൊട്ടേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു പോകാനായിട്ടുള്ള അവസരമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ 8281-223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക കേട്ടോ. 8281-223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ദെൻ ഇവിടെ കൃത്യമായിട്ട് ഈ ബാച്ചിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. 250+ അവേഴ്സിന്റെ റെക്കോർഡഡ് സെഷൻസ് കിട്ടുന്നുണ്ട്. 50+ അവേഴ്സിന്റെ ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻ തരുന്നത് നിങ്ങളുടെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആയി പോകരുത് കണ്ടുകൊണ്ടാണ്. ലൈവ് സെഷൻ കാണുമ്പോൾ അവിടെ വരുന്ന ഡൗട്ട് എല്ലാം ഒരാൾ ഈ ലൈവിന്റെ റെക്കോർഡ് കാണുമ്പോൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് റെക്കോർഡഡ് സെഷൻസ് കിട്ടും. ഇനിയും അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ്, PYQ മറ്റു കാര്യങ്ങളും ഒക്കെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് 50+ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ KDRBയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അനാലിസിസുകൾ ഉണ്ടാവും. ദെൻ ഡെയിലി ടെസ്റ്റുകൾ കിട്ടും, വീക്ക്ലി ടെസ്റ്റുകൾ കിട്ടും, മന്ത്ലി ടെസ്റ്റുകൾ കിട്ടും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ഈ പറയുന്ന ബാച്ച്. കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കിട്ടും. അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും. ദെൻ PDF മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള PDF മെറ്റീരിയൽസ് കാണും. ലൈവ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കാണും. അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. 8281-223366 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇനി ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ അല്ലടാ. അപ്പൊ നമുക്ക് ബാച്ചിൽ കാണാം.